നമസ്കാരം. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ അഡ്വാൻസ് ആയിട്ട് തന്നിരിക്കുകയാണ്. പൊന്നിൻ ചിങ്ങം വന്നു. നമ്മൾ എല്ലാവരും ഓണാഘോഷത്തിൽ ഇങ്ങനെ ആടിത്തിമിർക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും വീട് സന്ദർശനമുണ്ടല്ലോ, ബന്ധങ്ങളിലുള്ള സന്ദർശനം, അതല്ലെങ്കിൽ ബന്ധുക്കാരുടെ വീടുകളിൽ പോവുക. ഈ സമയത്തൊക്കെ ശരിക്കും നമ്മൾ നല്ല പ്രസന്റബിൾ ആയിരിക്കണം അല്ലേ? കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും നന്നായിരിക്കുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവർ പറഞ്ഞില്ലെങ്കിൽ കൂടിയും നമ്മൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം അല്ലേ? അപ്പൊ ഇവിടെ ഈ ഒരു കൊറോണയുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ടോപ്പിക് എടുക്കാനുള്ള പ്രധാന കാരണം സന്ദർശനം, സുഹൃത്ത് ബന്ധങ്ങളിലുള്ള സന്ദർശനം, അതല്ലെങ്കിൽ ബന്ധുക്കാരുടെ വീടുകളിൽ പോവുക, നമ്മൾ ടൂർ പോവുക. ഇവിടെയൊക്കെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. നമുക്ക് ഇറങ്ങുമ്പോൾ ഒരു ഹാപ്പിനെസ് വരുന്ന എപ്പോഴും എങ്ങനെയാണ്? നമ്മൾ ഐ ആം പ്രസന്റബിൾ എന്ന് തോന്നുമ്പോഴല്ലേ? അപ്പൊ ഈ പ്രസന്റബിൾ എന്നുള്ള ഒരു കാര്യം ഈ കൊറോണ വന്നതിന് ശേഷം, അല്ലെങ്കിൽ വാക്സിൻ എടുത്തതിന് ശേഷം വളരെ കുറവാണ് ആളുകൾക്ക്, ജനറലി സ്പീക്കിംഗ്. ഇതിന്റെ കാരണം എൻ്റെ ഒരു അസംഷനിൽ ഞാൻ കുറെ നാളുകളായി ഇതിന്റെ പുറകെയാണ്. അതായത് മുഖം കറുത്തു വരുന്നു, ശരീരം മെലിയുന്നു, മുടി കൊഴിയുന്നു. ഈ ഒരു 3 കാര്യങ്ങൾ, ഈ 3 സിംറ്റംസ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? എത്ര പരിതാപകരമായ ഒരു അവസ്ഥയാണ്. അപ്പൊ ഇത് മാറ്റാനായിട്ട് എനിക്ക് 100% പോസിബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു കോൺസെപ്റ്റുമായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് വളരെയധികം റിസൾട്ട് ഉണ്ട്. പിന്നെ അവരുടെയൊക്കെ മുഖം നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ, എങ്കിൽ കൂടിയും ഞാൻ കഴിയുന്നത്ര ഒന്ന് ആ ഒരു ഡിഫറൻസ് ഇൻ ദ സ്കിൻ കളറിലുള്ളതും നിങ്ങളുടെ കാണുമ്പോഴുള്ള ഒരു അപ്പിയറൻസും ഒക്കെ ഞാൻ തീർച്ചയായും നിങ്ങളൊന്ന് കാണിക്കാൻ നോക്കട്ടെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണിത്. അതായത് മുഖം കറുക്കുകയും ശരീരം മെലിയുകയും മുടി കൊഴിയുകയും ചെയ്യുന്നത് തീർച്ചയായും ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡർ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എങ്കിൽ കൂടിയും അതിനകത്ത് മറ്റു ചില കാരണങ്ങളും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒന്ന്, പലർക്കും ഈ നീലയാമരി ഹെയർ ഡൈ ഉണ്ടല്ലോ, അത് നാച്ചുറൽ ആണത്. നീലയാമരി എന്ന് പറയുന്ന ഒരു ഇലയുടെ അത് ഉപയോഗിക്കുന്ന ചിലർക്ക് ഇങ്ങനെ കറുപ്പ് കണ്ടിട്ടുണ്ട്. പിന്നെ കൂടാതെ അവർക്ക് ഈ മുഖത്ത് ഇങ്ങനെ ചെറിയതായിട്ട് ഈ സൈഡുകളിലേ കാണുള്ളൂ, അത് ശ്രദ്ധിക്കണം. രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്. അതൊന്ന്, സ്റ്റാറ്റിൻ മരുന്നുകൾ കഴിക്കുന്നവർക്ക്. അറ്റോർവോസ്റ്റാറ്റിൻ മരുന്നുകൾ കഴിക്കുന്ന വളരെയധികം പേഷ്യൻസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അവർക്ക് വേറെ ഇതുപോലെ ഓട്ടോ ഇമ്യൂൺ ഡിസോർഡേഴ്സ് ഒന്നുമില്ല. പക്ഷെ അവരുടെ മുഖം ഗ്രാജുവലി, പെട്ടെന്നൊന്നുമല്ല, പതുക്കെ ഒരു കറുത്ത നിറത്തിലേക്ക്, ഒരു ഡള്ളായിട്ട് വരിക. പിന്നെ അത് കൂടി വന്നിട്ട് ഒരു സോറിയാറ്റിക് അപ്പിയറൻസ് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ ആദ്യം ചെയ്തത് ഈ സ്റ്റാറ്റിൻ മരുന്ന് മാറ്റിക്കൊണ്ട് അതിന് തത്തുല്യമായ ഗുഡ് കൊളസ്ട്രോളിന്റെ ഒരു, ശരിക്കും പറഞ്ഞ ഒരു സപ്ലൈ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ HDL LDL അനുപാതമാണ് പ്രധാനം, അല്ലാതെ കൊളസ്ട്രോൾ ടോട്ടലോ അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡും VLDLും കുഴപ്പക്കാരനാണ്. പക്ഷെ LDLും HDLും തമ്മിലുള്ള അനുപാതം 1:4 ആയിട്ട് ഞാൻ എപ്പോഴും പറയും. എത്രയോ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം കൊളസ്ട്രോൾ നല്ലവനാണോ ചീത്തയാണോ, കൊളസ്ട്രോൾ ശത്രുവോ മിത്രമോ, കൊളസ്ട്രോൾ എങ്ങനെ നല്ലവനാക്കി വെക്കാം. നമ്മളുടെ ശരീരത്തിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, കൊളസ്ട്രോൾ ഒരു 1 to 2 ഗ്രാംസ് നമ്മളുടെ ലിവറിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് അത്രയ്ക്ക് ആവശ്യമായതുകൊണ്ടല്ലേ. അപ്പൊ അതിനെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ 100% നമ്മളുടെ സ്കിൻ ചീത്തയാവും. 100%. വരാതിരിക്കുന്നത് ഒരു ഭാഗ്യം. പലരും വർഷങ്ങളായി കഴിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെയല്ല, എല്ലാവരുടെയും ശരീരപ്രകൃതം ഒരുപോലെയല്ല. എന്താന്ന് വെച്ചാല് നമ്മളുടെ ഈ കോശങ്ങൾ, ഓരോ കോശങ്ങളും എവരി 6 months, 6 മാസത്തിനുള്ളിൽ മനുഷ്യൻ ഒരു പുതിയ ആളാകുകയാണ്. പുതിയ ആളാകുക എന്ന് പറഞ്ഞാൽ എല്ലാ സെല്ലുലാർ റിഫോർമേഷൻ വരികയാണ്. എല്ലാ സെൽസും പോയി പുതിയത് വരും. അപ്പൊ അതിന്റെ ആ സെല്ലിന് ഏറ്റവും പ്രധാനപ്പെട്ട ആ കവറിങ്, നമ്മുടെ ആവരണം, ഓരോ കോശത്തിന്റെ ആവരണം കൊളസ്ട്രോൾ ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിനകത്ത് ന്യൂക്ലിയസ് കൊളസ്ട്രോൾ ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. എന്തിനു കൂടുതൽ പറയുന്നു, ഹാർട്ട് മസിൽസ് എല്ലാത്തിനും കൊളസ്ട്രോൾ വേണം. അപ്പൊ അത്രയ്ക്ക് മോസ്റ്റ് ഇന്നവിറ്റബിൾ ഇൻഗ്രീഡിയന്റ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായതിനെ നമ്മൾ ഇല്ലാണ്ടാക്കുന്നത് പറഞ്ഞാൽ അതിനെ നശിപ്പിക്കുന്ന ഒരു മരുന്നാണ് ഈ കൊടുക്കുന്നത്. ഇപ്പൊ മരുന്നിന് ഞാൻ കുറ്റം പറയുകയല്ല, സർട്ടൻ കണ്ടീഷൻസ് അത് കൊടുക്കേണ്ടി വരും. എങ്കിൽ കൂടിയും അനാവശ്യമായിട്ട് സ്ഥിരമായി കഴിക്കുക വഴി അത് തീർച്ചയായും ശരീരത്തിന് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. എൻ്റെ ഒരു നിഗമനങ്ങളിൽ, എൻ്റെ നിരീക്ഷണങ്ങളിൽ കണ്ടുവരികയും അതിന്റെ ഭാഗമായിട്ട് മുഖം ഒത്തിരി കറുത്തു വരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവർ ഒന്ന് അത് ഒരു
എന്താ പറയുക, ഒരു ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഒറ്റയടിക്ക് കൊളസ്ട്രോളിന്റെ മരുന്ന് മാറ്റണമെന്നല്ല ഞാൻ പറയുന്നത്. അത് ഗ്രാജുവലായിട്ട് കുറച്ചുകൊണ്ട് ആഹാരത്തിലൂടെ, ഡയറ്ററി സപ്ലിമെന്റ്സിലൂടെ, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, വെർജിൻ കോക്കനട്ട് ഓയിൽ ഇവയൊക്കെ നമ്മൾ ഭക്ഷണത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. സ്ഥിരമായ വ്യായാമം ചെയ്യുമ്പോൾ നല്ല കൊളസ്ട്രോൾ കൂടി വരും. സ്ഥിരമായുള്ള വ്യായാമം, നല്ല രീതിയിലുള്ള ആഹാരക്രമവും ഒക്കെ തന്നെയാണ്. അപ്പൊ ഇന്നത്തെ ടോപ്പിക്കിൽ പ്രധാനമായിട്ട് പറയുന്നത് ഈ മുടി കൊഴിയുക, ശരീരം മെലിയുക, മുഖം കറുക എന്ന് പറയുന്ന ഈ 3 ട്രിപ്പിൾ സിൻഡ്രോമിന് എങ്ങനെ, എന്താഹാരം രാവിലെ മുതൽ വൈകിട്ട് വരെ എന്തൊക്കെ ആഹാരം കഴിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന, അപ്പൊ ഇതിൽ ഈ ഒരു 3 എന്ത് കാര്യമാണെങ്കിലും ഇവിടെ ആത്യന്തികമായിട്ട് സംഭവിച്ചത് എന്താണ്? നമ്മുടെ ഗട്ട് മൈക്രോബ്സ്, ഞാൻ എപ്പോഴും പറയുന്നതാണ്, വായ മുതൽ മലദ്വാരം വരെ ഇരിക്കുന്ന സൂക്ഷ്മാണുക്കളുണ്ട്. ഇവയുടെ പ്രവർത്തനം താളം തെറ്റി പോവാണ്. അത് നല്ലതായിട്ടിരിക്കേണ്ടത് ചീത്തയായി പോവാണ്. അതാണ് ഈ എച്ച് പൈലോറി എന്നൊക്കെ ഇപ്പൊ നമ്മൾ എപ്പോഴും പറയുന്നത്. അപ്പോൾ അത് താളം തെറ്റി പോകുന്നതിന്റെ ഭാഗമായിട്ട് ചീത്ത ബാക്ടീരിയ ഉണ്ടാവുകയും സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത്, സിബോ ഉണ്ടാവുകയും അതോടൊപ്പം നമ്മളുടെ നല്ല ബാക്ടീരിയ അവിടെ നിന്ന് നശിച്ചു പോവുകയും ചെയ്യുകയാണ്, ഗട്ട് മൈക്രോബ്സ്. അപ്പം നമ്മൾ ആത്യന്തികമായിട്ട് ഈ ഗട്ട് മൈക്രോബ്സ് എന്താണെന്നും അത് എങ്ങനെയാണ് ഭക്ഷണത്തിൽ കിട്ടേണ്ടതെന്നും അതെങ്ങനെ നന്നായിട്ടിരിക്കും എന്നുള്ളതും തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഇതിന് വില്ലനായി തീരുന്നത് കൊറോണ മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന എല്ലാ കെമിക്കൽസ്, റിഫൈൻ പ്രോഡക്ട്സ്, മൈദ, ബ്രെഡ്, പൊറോട്ട അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ ബേക്കറി ഐറ്റംസ്, അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങൾ, അതുപോലെ ഗോതമ്പ് ഉൽപ്പന്നങ്ങൾ, പിന്നെ ഈ പാക്കറ്റ് ഭക്ഷണങ്ങൾ എല്ലാം തന്നെയും ഈ നല്ല ബാക്ടീരിയ നശിപ്പിക്കും. അത് നമ്മൾ ജന്മന നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് സെൽസിന്റെ 10 ഇരട്ടി ഈ ഗട്ട് മൈക്രോബ്സ്, അതായത് വയറിനകത്തുള്ള സൂക്ഷ്മാണുക്കൾ നമ്മളെ സംരക്ഷിക്കാനിരിക്കുകയാണ്. ഇദ്ദേഹമാണ് നമ്മളുടെ എല്ലാ പ്രവർത്തനത്തിനും ചുക്കാൻ പിടിക്കുന്നത്. ഏകദേശം 95% പ്രവർത്തനങ്ങളും നമ്മുടെ വയറിനുള്ളിലാണ് നടക്കുന്നത്. ഗട്ട് ഈസ് സപ്പോസ് ടു ബി ദ സെക്കൻഡ് ബ്രെയിൻ. നമ്മുടെ രണ്ടാമത്തെ തലച്ചോറാണ് ഗട്ട്. ഗട്ടിനെ ശരിയാക്കി വെച്ചാൽ മതി, എല്ലാ കാര്യങ്ങളും അവിടെ കറക്റ്റഡ് ആവും. നല്ല ശരിയായ ഉറക്കം, ശരിയായ രീതിയിലുള്ള പോഷകങ്ങളുടെ ആഗീകരണം. ഇപ്പൊ ഈ ശരീരം മെലിയുന്നു എന്ന് പറഞ്ഞില്ലേ, അത് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് വരുന്ന എന്തുകൊണ്ടാണ്? ഈ ഗട്ട് മൈക്രോബ്സ് ചീത്തയാകുമ്പോഴത്തേക്ക് നമ്മുടെ ബ്ലഡിലേക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള പോഷകങ്ങൾ ആഗീകരണം ചെയ്യില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആത്യന്തികമായിട്ട് നമ്മൾ ഗട്ട് മൈക്രോബ്സിനെ നന്നാക്കി വെക്കുക, അതിനെ പ്രൊവൈഡ് ചെയ്യുക, അതോടൊപ്പം തന്നെ അതിന്റെ ഭക്ഷണവും കൊടുക്കുക. ആദ്യത്തെ കാര്യം ഈ ഭക്ഷണക്രമത്തിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഭക്ഷണം മാത്രം പോരാ, അതിൻ്റെ കൂടെ പ്രോബയോട്ടിക്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ അങ്ങനെ ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഇപ്പം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആളുകളുടെ മുഖത്തിന്റെ ഒരു മാറ്റം ഒരു 3 മുതൽ 6 മാസം വരെ വേണം. ഒരു ദിവസവും 2 ദിവസവും അല്ല ഇതിന് വേണ്ടത്. എങ്കിൽ കൂടിയും ഒരു മാസത്തിനകത്ത് തന്നെ വ്യക്തമായ ഒരു വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ കൊടുക്കുന്നതെല്ലാം തന്നെയും നാച്ചുറൽ ആയിട്ടുള്ള ന്യൂട്രോസ്യൂട്ടിക്കൽസ്, അങ്ങനെയുള്ള പോഷകങ്ങളാണ്. അതോടൊപ്പം അതായത് ഗട്ട് മൈക്രോബ്സിന്റെ ഭക്ഷണം തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്, ഗട്ട് മൈക്രോബ്സും കൊടുക്കും. അതാണ് ആദ്യത്തെ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം കഴിക്കേണ്ടത് ഈ പ്രോബയോട്ടിക് ആണ്, അല്ലെങ്കിൽ പ്രീബയോട്ടിക്. അത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, തൈരോ മോരോ അതിനകത്ത് ഇരിക്കുന്ന പ്രോബയോട്ടിക് നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യൂല. അത് നശിച്ചു കിടക്കുകയാണ്. എന്താ കാര്യം? നമ്മൾ ഈ കാറ്റിൽ ഫീഡ്, അതായത് പശുവിന് കൊടുക്കുന്ന തീറ്റ തീർച്ചയായും ഈ പാലിനകത്തുണ്ടാവുമല്ലോ, അത് തന്നെയാണല്ലോ തൈരാവുന്നത്. അപ്പൊ അത് ക്രമേണ അത് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോവുകയാണ്. അത് തീർച്ചയായും നമ്മുടെ വയറിനകത്ത് ചെല്ലുമ്പോൾ അത് ഗുണത്തെക്കാളേറെ ദോഷമായിട്ടാണ് പലരും പറയാറുണ്ട്. അപ്പൊ ഞാനിങ്ങനെ പല ആൾക്കാരുടെ അല്ലെങ്കിൽ പല ഡോക്ടേഴ്സിന്റെ അടുത്ത് നിന്നൊക്കെ പോയിട്ട് എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനോട് ഞാൻ ആഹാരത്തിന്റെ ഹിസ്റ്ററി, അത് എങ്ങനെയാണ് ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്നത് ആദ്യം ഞാൻ ചോദിക്കും. അപ്പൊ അവര് പറയുന്നത് തൈര് ഞങ്ങൾ കഴിക്കുന്നുണ്ട്, പാല് കഴിക്കുന്നില്ല. അപ്പോൾ ഈ പേഷ്യൻസിന് വ്യത്യാസം വരാത്ത കാര്യത്തിൽ ഞാൻ വളരെയധികം അവര് ആഹാരത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്, എങ്കിൽ കൂടി ഇവരുടെ നിറം മാറുന്നില്ല. അപ്പൊ ഞാൻ അതിൽ കുറെയൊക്കെ ഞാനൊന്ന് ഫിൽട്ടർ ഔട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ചായയും കാപ്പിയും കുടിക്കുന്നില്ല, ഗോതമ്പ് കഴിക്കുന്നില്ല, പക്ഷെ തൈര് കഴിക്കുന്നുണ്ട് ധാരാളം. അവരൊരിക്കലും പാലില്ലല്ലോ, അപ്പൊ തൈര് കൂടുതൽ കഴിക്കാമെന്ന് വിചാരിക്കും. അതുപോലെ ഈ ബേക്കറി ഐറ്റംസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലതൊക്കെ, അതുപോലെ തന്നെ പല മെഡിസിൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം മുഖത്തിന് കറുത്ത നിറം ഉണ്ടാക്കുന്നതാണ്. കാരണം അത് വയറിനകത്ത് ചെല്ലുമ്പോൾ അതൊരു കെമിക്കലായിട്ട് പ്രവർത്തിച്ചിട്ട് ഈ ഗട്ട് മൈക്രോബ്സിനെ നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് ന്യൂട്രോസ്യൂട്ടിക്കൽസ് എന്നുള്ള ഒരു ഡിവിഷനിൽ ന്യൂട്രോസ്യൂട്ടിക്കൽ ആയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള പ്രോബയോട്ടിക്കും അതുപോലെയുള്ള നല്ല പോഷകങ്ങളുമാണ് നമ്മൾ ഇതിനെ ശരിയാക്കാൻ വേണ്ടി കൊടുക്കേണ്ടത്.
അങ്ങനെയുള്ള ഒരു ചിന്താഗതിയും അങ്ങനെയുള്ള ഒരു പ്രവർത്തന രീതിയുമാണ് എനിക്ക് ഇത്ര സക്സസ് ഉണ്ടാക്കി തന്നത്. അപ്പോൾ രാവിലെ പ്രോബയോട്ടിക് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിനുള്ള ഗട്ട് മൈക്രോബ്സിന്റെ ഭക്ഷണം എന്താണ്? ഈ ഗട്ട് മൈക്രോബ്സ് എന്ന് ഞാൻ എപ്പോഴും പറയുന്നത് പ്രോബയോട്ടിക് ആണ്. പ്രീബയോട്ടിക് ആണ് അതിന്റെ ഭക്ഷണം. പ്രീബയോട്ടിക് എന്ന് പറയുന്നത് ഫൈബർ ആണ്. ഫൈബർ പല പേഷ്യൻസിനും വയറ് വളരെ കൂടുതൽ പ്രശ്നങ്ങളാണ്. ഇതുപോലെ ഈ പറയുന്ന 3 ലക്ഷണങ്ങളോടൊപ്പം തന്നെ ഗ്യാസ്ട്രൈറ്റിസ്, ഭയങ്കരമായിട്ട് വയറെരിച്ചിലും വെപ്രാളവും പുളിച്ചത് കെട്ടലും നെഞ്ചരിച്ചിലും ഒക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള വേവിച്ച ഭക്ഷണങ്ങളൊന്ന് കുറച്ചുകൊണ്ട് ഒരു വലിയതായിട്ട് ഗ്രെയിൻസ്, അതായത് നമ്മുടെ അരി, ഇഡ്ഡലി, ദോശ, പുട്ട്, അപ്പം, ഈ ഗോതമ്പ് മാത്രമല്ല, അങ്ങനെയുള്ള ഗ്രെയിൻസ് കുറച്ചുകൊണ്ട് രാവിലത്തെ ഒരു നല്ല ഭക്ഷണം, ഞാൻ പലതിലും പറഞ്ഞിട്ടുണ്ട്, ശരീരം തുടുക്കാനുള്ള ഒരു ഭക്ഷണം, നല്ല പഴുത്തുളഞ്ഞ നാടൻ ഏത്തപ്പഴം, ഈന്തപ്പഴം, അതുപോലെ നട്ട്സ് വർഗ്ഗങ്ങള്, തേങ്ങാപ്പാല്, കരിപ്പട്ടി, ഇവയെല്ലാം കൂടെ നന്നായിട്ട് അടിച്ച് 2 നേരം കുടിക്കുക. അതൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് റെഫർ ചെയ്യാവുന്നതാണ്. അത് കുടിക്കുക. അതാണ് ആദ്യത്തെ പ്രഭാത ഭക്ഷണം. ഇഡ്ഡലി ദോശയിലേക്ക് പോകരുത്. കാരണം ഈ ഗ്രെയിൻസിൽ നിന്ന്, അതായത് കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് ചെല്ലുമ്പം അത് ഗട്ട് മൈക്രോബ്സിന് തകരാറ് ഉണ്ടാക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഡയറ്റ് പറഞ്ഞത്. അതല്ലെങ്കിൽ ഏത്തപ്പഴം, നന്നായിട്ട് പഴുത്തൊലഞ്ഞ ഏത്തപ്പഴം, നാടൻ മുട്ട, അത് കഴിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്കാണെങ്കിൽ തീർച്ചയായും നമുക്ക് ചോറ് അത്യാവശ്യം കഴിക്കാം. തവിട് കൂടിയ അരിയുടെ ചോറ് കഴിക്കാം. നന്നായിട്ട് കറികളൊക്കെ കഴിക്കാം. ഒത്തിരി സ്പൈസിയും ഒത്തിരി പുളിയും ഒത്തിരി എരിവുമുള്ള ആഹാരങ്ങൾ കുറയ്ക്കണം. എന്നിട്ട് നല്ല ഒരു മിനിമം നന്നായിട്ട് വേവിച്ച ആഹാരം. പലർക്കും ഫൈബറിന് കുഴപ്പമുണ്ടാകുന്നുണ്ട് ഈ വയറിനകത്ത് ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള ആളുകൾക്ക്. അപ്പോൾ അതൊന്ന് കുറച്ചുകൊണ്ട് നന്നായിട്ടുള്ള ഒരു ഉച്ചയ്ക്കുള്ള ഒരു ഭക്ഷണം, ഊണ് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് വൈകിട്ടാണെങ്കിൽ ഈ ഡ്രിങ്ക് തന്നെ, തീരെ മെലിഞ്ഞിരിക്കുന്നവർക്ക് ഈ ഡ്രിങ്ക് തന്നെ വീണ്ടും കുടിക്കാവുന്നതാണ്. അതോടൊപ്പം വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പപ്പായ കഴിക്കാം, പേരയ്ക്ക കഴിക്കാം. അപ്പം ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാവർക്കും ഒരുപോലെയല്ല. ചിലർക്ക് അത് ശരീരത്തിന് വയറിന് വല്ലാതെ വരും. അങ്ങനെയാകുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തോണം. അതിന് പകരം നമ്മൾ കുറച്ചുകൂടെ മൈൽഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നട്ട്സ്, അതൊക്കെ കൂടുതലായിട്ട് ഈ മിക്സിയിൽ അടിച്ച് ഇങ്ങനെ ഡ്രിങ്ക് പോലെ കുടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് രാത്രിയത്തെ ഭക്ഷണമാണ്. അത് നല്ല സൂപ്പ് ഉണ്ടാക്കി കഴിക്കാം. സൂപ്പ് എത്ര തരത്തിലുണ്ട്. ഞാൻ പല രീതിയിലുള്ള സൂപ്പ്സ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഗട്ട് മൈക്രോബ്സിന് വേണ്ടിയിട്ടുള്ള ക്യാരറ്റ്, സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ പൊട്ടറ്റോ, മത്തങ്ങ, അതുപോലെ നട്ട്സ് വർഗ്ഗങ്ങൾ, അവയെല്ലാം കൂടെ ഒന്ന് വേവിച്ചിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിക്കണം. മിക്സിയിൽ അടിച്ചിട്ട് അതിനകത്ത് അടുപ്പിൽ വെച്ചിട്ട് ഒരു കുറച്ച് വെളുത്തുള്ളി എടുത്ത് നന്നായിട്ട് അരിഞ്ഞ് ഒരു 10 മിനിറ്റ് പുറത്ത് വയ്ക്കണം. അപ്പോൾ നല്ല ആക്റ്റീവ് ആവും. വെളുത്തുള്ളി വളരെ നല്ലതാണ്. എന്നിട്ട് ഒരു ടീസ്പൂൺ നെയ്യോ അതല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിലോ ചേർത്തിട്ട് ഈ വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് അതിനകത്തേക്ക് നമ്മളിപ്പം അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മിശ്രിതം ഇതിലോട്ട് ഒഴിക്കുക. നന്നായിട്ട് വേവിച്ച, നമ്മൾ നേരത്തെ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ഇട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി മാറ്റി നമുക്ക് വേവിക്കാം. ഒഴിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കുരുമുളക് പൊടിക്ക് കുഴപ്പമില്ലാത്തവർ കുരുമുളക് പൊടി ഇടുക. ലേശം ഉപ്പ് ഇട്ടിട്ട് കുടിച്ച് എന്ത് ടേസ്റ്റാണെന്നറിയാമോ? പലതരത്തിൽ കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈ സൂപ്പ് രാത്രി കുടിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക. അതിനകത്ത് പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ, ഇപ്പം നമ്മൾ തേങ്ങാപ്പാൽ ഉപയോഗിക്കുമ്പോൾ വെർജിൻ കോക്കനട്ട് ഓയിലിന് വലിയ പ്രസക്തിയില്ല. കാരണം അതിനകത്തു നിന്നാണല്ലോ തേങ്ങാപ്പാലിൽ നിന്നല്ലേ വെർജിൻ കോക്കനട്ട് ഓയിൽ എടുക്കുന്നത്. അതുകൊണ്ട് അത് വേണ്ട. അതിന് പകരം ഇച്ചിരി നെയ്യ് ചേർക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ പല പച്ചക്കറികളും ഒന്ന് ആവി കയറ്റി ജസ്റ്റ് ഇത്തിരി നെയ്യിൽ ഒന്ന് നെയ്യും കൂടെ ആവി കയറ്റി കഴിയുമ്പോൾ ശകലം നെയ്യ് നമ്മൾ ഇതിനകത്ത് തന്നെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോൾ ഒഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതോടൊപ്പം ഈ ആവി കയറ്റുമ്പോൾ ലേശം ഉപ്പ് ഇട്ടിട്ട് കോളിഫ്ലവർ എടുക്കാം, ബ്രൊക്കോളി എടുക്കാം, മഷ്റൂംസ് എടുക്കാം, എന്ത് വേണമെങ്കിലും, ക്യാരറ്റ് എടുക്കാം. ഇതെല്ലാം ഒന്ന് വഴറ്റിയിട്ട് അതൊന്ന് മുകളിൽ ടോപ്പപ്പ് ചെയ്താലും എക്സലൻ്റ് ആണ്. പിന്നെ വേണമെങ്കിൽ ഇത്തിരി ചിയാ സീഡ്. ഈ വലിയ വയറിന് എരിച്ചിലും വെപ്രാളമൊന്നുമില്ല. ചില ചിയാ സീഡ് ഭയങ്കര നന്നായിട്ട് ടോളറേറ്റ് ചെയ്യുന്നതാണ്. ചിയാ സീഡും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഉഗ്രനാണ്, നല്ല രുചിയാണ്. അങ്ങനത്തെ ഇപ്പം എനിക്കൊരു അസുഖം ഉണ്ടായിട്ടില്ല. ഞാൻ മിക്കവാറും ഇങ്ങനത്തെ സൂപ്പും അതും സൂപ്പും സാലഡും ഒക്കെയാണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നത്. പിന്നെ അതിനോടൊപ്പം ഫിഷോ വല്ലതും ഗ്രില്ല് ചെയ്തോ കറി വെച്ചോ ഒക്കെ കഴിക്കാം. ഇങ്ങനെ ഒരു ഡയറ്റിലേക്ക് അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ശരിക്കും അന്നജം ഇല്ലല്ലോ, അപ്പം എങ്ങനെയാണ് നമുക്ക് വണ്ണം വയ്ക്കുന്നത്? നിങ്ങൾ നോക്കിക്കോളൂ. ഇങ്ങനത്തെ ഒരു ഡയറ്റ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വെയിറ്റ് വയ്ക്കും. കാരണം പോഷകങ്ങൾ അബ്സോർബ് ചെയ്യുന്നത് നമ്മുടെ കുടലിൽ നിന്നാണല്ലോ. ആ കുടലിനകത്തിരിക്കുന്ന നല്ല ബാക്ടീരിയയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അയാൾക്കുള്ള ഭക്ഷണമാണ് നമ്മൾ കൊടുക്കുന്നത്. അയാൾക്കുള്ള ഭക്ഷണം കൊടുക്കാതിരുന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ജസ്റ്റ് ഇമാജിൻ. അതിന്റെ ഭക്ഷണം കൊടുക്കുമ്പോൾ അത് ഭയങ്കര ഹാപ്പി ആവും. അത് നന്നായിട്ട്
നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള എല്ലാ പോഷകവും അബ്സോർബ് ചെയ്യും. നിങ്ങൾ കഴിക്കുന്ന പോഷകങ്ങൾ ഇല്ലാത്തതല്ല, ആ പോഷകങ്ങളുടെ ആഗീകരണമാണ് ഇവിടെ പ്രശ്നമായി കിടക്കുന്നത്. അപ്പൊ ഇത്രയും ഇങ്ങനെയാണ് ഒരു ദിവസത്തെ ഭക്ഷണക്രമമാണ് ഞാനിപ്പോ പറഞ്ഞത്. അതോടൊപ്പം വളരെയധികം വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഫേസ് പാക്ക്, ഹെയർ പാക്ക് ഒരുമിച്ച്. അതിന്റെ ഫേസ് പാക്ക് നാച്ചുറൽ ഫേസ് പാക്ക് നോക്കി ഇടുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതിന് ഞാൻ പറഞ്ഞ 2-3-4 വീഡിയോസ് ഈ ഇടയ്ക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. അതിൽ ടൊമാറ്റോ, അതുപോലെ വെള്ളരിക്ക, നമ്മുടെ സലാഡ് കുക്കുംബർ, ക്യാരറ്റ്, പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, സലാഡ് വെള്ളരി ആൻഡ് തക്കാളി, ഇതെല്ലാം ഒന്ന് ഉരച്ചെടുത്തിട്ട് ഒരുമിച്ച് അതിന്റെ ജ്യൂസ് പിഴിഞ്ഞെടുത്ത് അതിലേക്ക് ഇച്ചിരി അരിപ്പൊടി, പച്ചരി വെള്ളത്തിലിടരുത്, ചുമ്മാ പൊടിച്ച് പച്ചരി ഇട്ട് കുറച്ച് മുട്ടയുടെ വെള്ളയും ചേർത്ത്, മുട്ട ഫുള്ളായിട്ടിട്ടാലും കുഴപ്പമില്ല. പിന്നെ കസ്തൂരി മഞ്ഞൾ ടോളറേറ്റ് ചെയ്ത് ചിലർക്ക് പിടിക്കത്തില്ല, അങ്ങനെയുള്ളവർ ഉപയോഗിക്കരുത്. അതിനകത്ത് കസ്തൂരി മഞ്ഞൾ, ഇത്തിരി പപ്പായ ഗ്രേറ്റ് ചെയ്ത് ഇടാം, പപ്പായ നല്ല പഴുത്തത് അതിടാം, അതോടൊപ്പം ഇച്ചിരി തേന്, ഇത്രയും കൂടെ ചെയ്ത് റെഡിയാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. എല്ലാ ദിവസവും നമ്മൾ ജോലി ചെയ്യാനായിട്ട് അകത്തേക്ക് കയറുമ്പോൾ, അടുക്കളയിലോട്ട് കയറുന്നതിന് മുന്നേ ഇതെടുത്ത് നല്ലോണം മുഖത്തും മസാജ്, ചെറുതായിട്ടൊന്ന് മസാജ്, സ്ക്രബിങ് ഫോമിൽ മസാജ് ചെയ്യണം. ചെറിയ രീതിയിലായിരിക്കണം, ഒത്തിരി സ്ക്രബ് ചെയ്യരുത്. എന്നിട്ട് അത് ഉണങ്ങുമ്പോൾ ഒന്നുകൂടെ ഒന്ന് നനച്ചു കൊടുക്കണം. അങ്ങനെ അരമണിക്കൂർ നിന്നിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ എപ്പോഴും ഞാൻ ഒന്നുമില്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ചേർക്കുക, അല്ല കുങ്കുമാതി തൈലം എക്സലന്റ് ആണ്. ട്രൈബ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്, എക്സലന്റ് ആണ്. അത് വാങ്ങി അതും ഒന്ന് മസാജ് ചെയ്യണം. ഫേസ് യോഗ എന്ന് പറയുന്ന ഒരു വീഡിയോ കിടപ്പുണ്ട്, അത് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് വിടുക ഫേസ്. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അത് ഇപ്പൊ നിങ്ങൾ ഈ കട്ട് ശരിയാക്കിയോ മിക്കവാറും എല്ലാം, മറ്റുള്ള ഞാൻ പറഞ്ഞ കാരണങ്ങൾ വേറെയുണ്ട്, അതും കൂടെ നിങ്ങൾ റൂൾ ഔട്ട് ചെയ്യണം. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഈ ഫേസിന് ഉള്ള പ്രശ്നങ്ങൾ ശരീരത്തിൽ കയ്യിലും കാലിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ആ ഭാഗത്തും ഇതൊക്കെ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇത് മിനിമം ഇത്രയും കാര്യം ചെയ്യാമോ? തീർച്ചയായും വ്യത്യാസം വരും. അഥവാ വ്യത്യാസം വന്നില്ലെങ്കിൽ എന്നെ വിളിക്കുക. അതിന് ഇനി അടുത്ത സ്റ്റേജിലേക്കുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, തീർച്ചയായും നല്ല ഒരു ഓണം എല്ലാവർക്കും ആശംസിക്കുന്നു. ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ഓണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.